Hi, good evening friends. ഇന്നത്തെ മാർക്കറ്റിൻ്റെ ഒരു ക്വിക്ക് റിവ്യൂ, അതോടൊപ്പം നാളത്തെ ബാങ്ക് നിഫ്റ്റിയുടെ ടെക്നിക്കൽ വ്യൂ, കുറച്ച് ഇൻട്രാഡേ സ്റ്റോക്സും. നിഫ്റ്റി ക്ലോസ് ചെയ്തത് 14,634, ജസ്റ്റ് ഫ്ലാറ്റ് ആയിരുന്നു, ജസ്റ്റ് 3 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടിയിട്ട്. സെൻസെക്സ് ക്ലോസ് ചെയ്ത് 48,718, 63 പോയിൻറ്റ്സിൻ്റെ ലോസോട് കൂടിയിട്ട്. ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തത് 32,465, 316 പോയിൻറ്റ്സിൻ്റെ ലോസോട് കൂടിയിട്ട്. ആൻഡ് ഇന്നത്തെ നിഫ്റ്റിയുടെ ഇൻഡിവിജ്വൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ പ്രീവിയസ് ക്ലോസിംഗ് വാസ് 14,631 ആൻഡ് ടുഡേസ് ഓപ്പണിംഗ് 14,481. ഗ്യാപ് ഡൗൺ ആയിരുന്നു. ഡേ ഹൈ വെൻറ്റ് അപ് ടു 14,673, ഡേ ലോ വാസ് 14,460. ജസ്റ്റ് 3 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടിയിട്ട് 14,634 നിഫ്റ്റി ക്ലോസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇന്ന് നിഫ്റ്റിയിൽ ഡ്രോസ് ചെയ്തിട്ടുള്ള സ്റ്റോക്സുകൾ നോക്കുകയാണെങ്കിൽ അദാനി പോർട്സ്, ബജാജ് ഫിനാൻസ്, HUL, ഭാരതി എയർടെൽ, SBI ലൈഫ് ഇൻഷുറൻസ്, അങ്ങനെ ഒത്തിരി സ്റ്റോക്സ്. അതേസമയം ഡ്രാഗ് ചെയ്യിപ്പിച്ച സ്റ്റോക്സുകൾ റിലയൻസ്, ടൈറ്റൻ കമ്പനി, ആക്സിസ് ബാങ്ക്, ICICI ബാങ്ക്, കോട്ടക് മഹീന്ദ്ര, എക്സെട്ര. ബാങ്ക് നിഫ്റ്റിയുടെ ഇൻഡിവിജ്വൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ പ്രീവിയസ് ക്ലോസിംഗ് വാസ് 32,781, ഇന്നത്തെ ഓപ്പണിംഗ് 32,368. നല്ലൊരു ഗ്യാപ് ഡൗൺ തന്നെയായിരുന്നു. ഡേ ഹൈ വെൻറ്റ് അപ് ടു 32,566, ഡേ ലോ വാസ് 31,906. 316 പോയിൻറ്റ്സിൻ്റെ ലോസോട് കൂടിയിട്ട് 32,465 ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇന്ന് ബാങ്ക് നിഫ്റ്റിയിൽ പറയത്തക്ക റോസ് ചെയ്തിട്ടുള്ള സ്റ്റോക്സുകൾ ഓൺലി 1 HDFC ബാങ്ക് മാത്രമാണ്. ആൻഡ് ബാക്കി എല്ലാവരും റെഡിൽ തന്നെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇന്ന് ബാങ്ക് നിഫ്റ്റിയിൽ ഫോം ചെയ്തിട്ടുള്ളൊരു ബെയറിഷ് ക്യാൻഡിലാണ്. ഫ്രണ്ട്സ്, ഇന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന പോലെ തന്നെ ഒരു ഗ്യാപ് ഡൗൺ തന്നെയായിരുന്നു. പക്ഷേ എല്ലാവരുടെയും പ്രതീക്ഷയെ ആസ്ഥാനത്താക്കിക്കൊണ്ട് ഒരു റീബൗണ്ട്സ് അവിടെ സംഭവിച്ചു. അതിന് മെയിൻ സഹായമായിട്ടുള്ള ഏരിയാസ് നോക്കുകയാണെങ്കിൽ FMCG, അതുപോലെ മെറ്റൽസ്, പിന്നെ കുറച്ച് സെലക്റ്റഡ് ആയിട്ടുള്ള IT, ഫാർമ, ഓട്ടോ സ്റ്റോക്സ്, ഇവരെല്ലാവരും നല്ലൊരു കോൺട്രിബ്യൂഷൻ നടത്തി. അതുകൊണ്ട് തന്നെ ഇന്നൊരു പോസിറ്റീവ് മോഡിൽ നിഫ്റ്റിക്ക് ക്ലോസ് ചെയ്യാൻ സാധിച്ചു. ആൻഡ് ത്രൂ ഔട്ട് ദ ഡേ ബാങ്ക്സ് വേർ റിയലി എന്താ പറയുക, ഭയങ്കര അണ്ടർ പ്രഷറിൽ തന്നെയായിരുന്നു, എക്സെപ്റ്റ് HDFC. Indiavix moved up by 2.88%, 23 പോയിൻറ്റിൽ നിന്ന് 23.69 ലെവൽസിലേക്ക്. FIs ആൻഡ് DIs ഡാറ്റ. DIസിൻ്റെ ഭാഗത്ത് നിന്ന് 552 ക്രോഴ്സിൻ്റെ ഒരു ബൈങ് ആണ് നടന്നിട്ടുള്ളത്. അതേസമയം FIസിൻ്റെ ഭാഗത്ത് നിന്ന് 2,289 ക്രോഴ്സിൻ്റെ സെൽ ഓഫും. നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയുടെ റെസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ട് ലെവൽ. ഒരു മെയിൻ മേജർ സപ്പോർട്ട് ലെവൽ നിഫ്റ്റിയുടെ 14,470 ആകുന്നു. ആൻഡ് റെസിസ്റ്റൻസ് 14,800, സെക്കൻഡ് ഈസ് 14,920. ഡെഫിനറ്റ്ലി ഇറ്റ് ഷുഡ് ഹോൾഡ്, നിഫ്റ്റി ഷുഡ് ഹോൾഡ് അബവ് 14,470. അതായത് 14,500 മുകളിൽ ക്ലോസിംഗ് ഉണ്ടായാൽ മാത്രമാണ് ഒരു അപ്പ് മൂവ്മെൻറ്റ് നമുക്ക് ഒരു കൺസിസ്റ്റൻസി അതിൽ പ്രതീക്ഷിക്കാൻ കഴിയുള്ളൂ. അതേസമയം ബാങ്ക് നിഫ്റ്റിനെ സംബന്ധിച്ചിടത്തോളം 32,000 ഒരു ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ലെവലായിട്ട് കാണാൻ കഴിയുന്നത്. ഇറ്റ് ഷുഡ് ഹോൾഡ് ആക്ച്വലി അബവ് 32,250. എന്നാൽ മാത്രമാണ് ഒരു റെസിസ്റ്റൻസ് ആയിട്ടുള്ള 33,000 ഓർ 33,300 ലെവൽസിലേക്ക് നിഫ്റ്റിനെ കാണാൻ കഴിയുള്ളൂ. ആൻഡ് മെയിൻ കീ ലെവൽസ് നോക്കുകയാണെങ്കിൽ സപ്പോർട്ട് 32,150, നെക്സ്റ്റ് ഈസ് 32,000 തന്നെയാകും. ഓപ്ഷൻ ഡാറ്റയിൽ മാക്സിമം OI കാണാൻ കഴിയുന്നത് പുട്ടിൻ്റെ 14,000-ലും സെക്കൻഡ് ഹൈസ്റ്റ് ഈസ് 13,500-ലും. അതേസമയം കോളിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് ഏറ്റവും കൂടുതൽ 15,000-ലും സെക്കൻഡ് ഹൈസ്റ്റ് ഈസ് 15,500 സ്ട്രൈക്കിലുമാകുന്നു. ആൻഡ് ഒരു ട്രേഡിംഗ് റേഞ്ച് ഓപ്ഷൻ ഡാറ്റ പ്രകാരം നോക്കുകയാണെങ്കിൽ 14,200 to 15,200 ലെവൽസ് ആകുന്നു. ഫ്രണ്ട്സ്, ഇന്നത്തെ ബുള്ളിഷ് സെറ്റപ്സ് സ്റ്റോക്സുകൾ നോക്കുകയാണെങ്കിൽ ബേൽ, അദാനി എൻ്റർപ്രൈസസ്, മാരിക്കോ, സെയിൽ, ICICI പ്രൊഡൻഷ്യൽ ലൈഫ്, ഭാരതി എയർടെൽ, ടാറ്റ സ്റ്റീൽ, NMDC, അപ്പോളോ ടയർസ്, മാരുതി സുസുക്കി, ഏഷ്യൻ പെയിൻറ്റ്സ്, ബജാജ് ഫിനാൻസ്, SRF, SBI ലൈഫ്, അങ്ങനെ ഒത്തിരി സ്റ്റോക്സുകളുണ്ട്. അതേസമയം ഇന്ന് വീക്ക്നെസ് കാണാൻ കഴിയുന്നത് ടൈറ്റൻ, ശ്രീറാം ട്രാൻസ്പോർട്ട്, റിലയൻസ് ഇൻഡസ്ട്രീസ്, RBL ബാങ്ക്, BPCL, അങ്ങനെ ഒത്തിരി സ്റ്റോക്സ്. ഫ്രണ്ട്സ്, ഇനി നാളത്തേക്ക് ട്രേഡ് എടുക്കാൻ പറ്റിയ കുറച്ച് നല്ല സ്റ്റോക്സുകൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വൺ ഈസ് റിലയൻസ്, second is ഭാരതി എയർടെൽ, third is HDFC Bank, HCL Tech, Indus Tower, Dabur India, Ultratech Cement, ICICI Prudential and Bajaj Finance. ഫ്രണ്ട്സ്, ഈ പറഞ്ഞ സ്റ്റോക്കുകളെല്ലാം നിങ്ങൾക്ക് ഒരുമിച്ച് ഒരു കാരണവശാലും ട്രേഡ് എടുക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. പക്ഷേ ചൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഓക്കെ, മൊമെൻറ്റം നോക്കിയതിന് ശേഷം മാത്രം. ഓക്കെ, ഇൻഡെക്സ് ഡയറക്ഷൻ അനുസരിച്ചിട്ട് സെയിൽ ചെയ്യാൻ ശ്രമിക്കുക, ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക.
ബിക്കോസ് മാർക്കറ്റ് ഈസ് ഒരു അൺസർട്ടൺ മോഡിലാണ്, എപ്പോൾ വേണമെങ്കിലും റിവേഴ്സലാവും. ഓക്കെ, ഇന്നത്തെ കാര്യം തന്നെ കണ്ടില്ല, എല്ലാവരും ഷോർട്ടിന് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരുപാട് ആൾക്കാർ ട്രാപ്പ് പെട്ടിട്ടുണ്ടാവും, ഡെഫിനറ്റ്ലി, നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. സോ വെരി കെയർഫുൾ. ഓക്കെ, ആവുന്നതും ഒരു 20-25 പോയിൻറ്റ്സ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സിറ്റ് ആവുക ആൻഡ് ക്ലോസ് യുവർ കമ്പ്യൂട്ടർ ആൻഡ് ആരാംസെ പോയിട്ടോ. ദാറ്റ്സ് ഓൾ. ഓക്കെ, and ഇത്രമാത്രം friends, this is all my personal views. My view may get wrong, so don't follow it just blindly. Do your own study or consult a financial advisor before you enter the market. ഇത്രമാത്രം friends, and please don't forget to subscribe my channel, hit the like button, share it. മണി എന്തായാലും എടുത്തോളൂ. Ting ting. Happy trading. Take care. Good night.